എല്ലാവർക്കും നല്ലതിനെക്കുറിച്ചും ചീത്തയെക്കുറിച്ചൊരു ധാരണയുണ്ട്. എന്നാൽ പലപ്പോഴും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ദുർബല നിമിഷത്തിൽ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നല്ലതിനെ മറച്ചു വെച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉദ്യമിക്കാറുണ്ട്. ഒരു നെഗറ്റീവ് എനർജി നമ്മളിൽ ഉള്ളതുകൊണ്ടാണ്. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു തരാം. ഈ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പൊരു ഗംഭീരനായൊരു വ്യക്തി ചോദിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ അർജുനൻ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. മഹാഭാരത യുദ്ധക്കളത്തിൽ വെച്ചിട്ട് അർജുനൻ ചോദിക്കുകയാണ്, അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചന്നഭിവാഷ്ണേയ ബലാദിവ നിയോജിത. ഹേ കൃഷ്ണ, തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിവുള്ള ഓരോ വ്യക്തികളും, അർജുനനടക്കം, കേനപ്രയുക്തോയം പാപം ചരതി, ആരാൽ പ്രേരിതനായിട്ടാണ് പാപം തെറ്റ് പ്രവർത്തിക്കുന്നത്? സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിനനുസരിച്ച് ചില പ്രവൃത്തികൾ ചെയ്തു പോകുന്നത് ആരാണ്? ഉള്ളിലിരുന്ന് ബലാദിവ നിയോജിത, ഉള്ളിലിരുന്ന് ആരാണ് ബലം ചെയ്ത് പ്രേരിപ്പിക്കുന്നത്? ആരാണെന്ന് പറഞ്ഞെന്നാലും ഇതേ ചോദ്യമല്ലേ? ഇതേ ചോദ്യം അർജുനൻ ചോദിച്ചിട്ടുണ്ട്. സാധാരണ ആളുകൾ പറയാറുണ്ട്, എനിക്കങ്ങോട്ട് തോന്നി ഞാനവിടെ കൊടുത്തു, രണ്ടെണ്ണം പറയണം തോന്നി രണ്ടെണ്ണം പറഞ്ഞു, അല്ലേ? അങ്ങനെ പെട്ടെന്ന് ഒരു ഇമോഷണൽ വീക്ക്നെസ്സിലേക്ക്, റിയാക്ഷനിലേക്ക് ആളുകൾ വീഴുന്നു. ഇമ്പൾസീവ് റിയാക്ഷൻ എന്ന് പറയും മാനേജ്മെൻറ്റിൽ. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരു സത്യം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഉള്ളിലുള്ളതേ പുറത്തു വരുള്ളൂ. ഉള്ളിലില്ലാത്തതൊന്നും പുറത്തു വരില്ല. ഇപ്പം നമ്മുടെ മനസ്സിൽ ദൗർബല്യങ്ങളുണ്ടെങ്കിൽ ആ ദൗർബല്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പം നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവുണ്ടെങ്കിലും ശരിയിൽ ഉറച്ചു നിൽക്കാനുള്ള തൻ്റെ ഇടമില്ലാത്തടത്തോളം കാലം തെറ്റിലേക്ക് നാം എഴുതി വീഴും. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ശരികളെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ ശരികളിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു തൻ്റെ ഇടവും നമുക്ക് വേണം, ആ ധൈര്യവും നമുക്ക് വേണം. ഇതിനെ പറയും നോളജ് ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയും. ക്ലാസ്സിൽ കുട്ടികൾ ടീച്ചർ കെമിക്കൽ കോമ്പോസിഷനൊക്കെ പറഞ്ഞു കൊടുത്താലും ലാബിൽ പോയിട്ട് അത് ചെയ്തു നോക്കിയാലേ അറിയുള്ളൂ. ഇതുപോലെ നമ്മൾ തെറ്റും ശരിയും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. പ്രായോഗിക ജീവിതത്തിൽ മനസ്സ് അതിൽ ഉറയ്ക്കണം. അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും, അഭ്യാസേനത് കൗന്തേയ, അഭ്യാസം ചെയ്യും അർജുന, സാധിക്കും. അപ്പം എന്തുകൊണ്ട് മനസ്സ് ദുർബല നിമിഷങ്ങളിൽ വീഴുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ളിലുള്ള വാസനാ പ്രേരണ എന്ന് പറയും. വാസന എന്ന് പറഞ്ഞാൽ നാം അനുഭവിച്ചത് വീണ്ടും ആവർത്തിക്കാനുള്ളൊരു താല്പര്യമോ, അല്ലെങ്കിൽ പുതിയതായിട്ടൊന്ന് അനുഭവിക്കണം എന്നുള്ള ഒരു കണ്ടതും കേട്ടതുമുള്ളതിൻ്റെ സ്വാധീനമോ, അല്ലെങ്കിൽ വല്ലവരുടെയും പ്രേരണയോ, ഇതൊക്കെ മനുഷ്യ മനസ്സിനെ ചാഞ്ചല്യമാക്കിയിട്ട് ചില എടുത്തുചാട്ടങ്ങൾക്ക്, പെട്ടെന്നുള്ള തീരുമാനങ്ങളിലേക്ക് വീഴ്ത്തുന്നു. അവനത് ചെയ്യുന്നു. പിന്നെ അവൻ കുറ്റബോധം കൊണ്ട് തളരുന്നു, തകരുന്നു. അപ്പം ഇതെങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും? നമ്മുടെ മനസ്സിനെ ക്രമേണ പരിശീലിപ്പിച്ചെടുത്ത് എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടെങ്കിലും ഒരു നിമിഷം പിടിച്ചു നിർത്തി, ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഇതുകൊണ്ടുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്? ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ തിരിച്ചറിയാൻ സാധിച്ചാൽ നല്ലതാണ്. പക്ഷേ ചിന്തിക്കാൻ സാധിക്കുന്നവർ വളരെ കുറവ്. ദിവസവും പത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മളിതല്ലേ കാണുന്നത്? ടാക്സി എടുത്തു കൊണ്ടുപോകുന്നു, ഡ്രൈവറെ കൊല്ലുന്നു. ആ കൊല്ലുന്ന സമയത്ത് ചെയ്തു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്ത്, നാളെ ഞാൻ ജയിലിലായിരിക്കും പിടിക്കപ്പെട്ടാൽ, എൻ്റെ ജീവിതം എന്നേക്കുമായി കഴിഞ്ഞു. കുറച്ച് കാശായിരിക്കും എപ്പോഴും എനിക്ക് കിട്ടുക, പക്ഷെ നല്ലൊരു ജീവിതം നയിച്ചാൽ എന്നും എനിക്ക് ആദരണീയമായൊരു ജീവിതം നയിക്കാൻ സാധിക്കും. സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അതിന് തോന്നണ്ടേ? രാമായണത്തിൽ ഈ കാര്യം വിഭീഷണൻ രാവണനോട് പറയുന്നുണ്ട്. നിനക്കെല്ലാ അറിവുമുണ്ട് രാവണ, പക്ഷെ നിനക്ക് ഇല്ലാത്തത് നിൻ്റെ അറിവിൽ ഉറച്ചു നിൽക്കാനുള്ള തൻ്റെ ഇടമില്ല. ആത്മീയത എന്ന് പറയുന്നത് ഈ തൻ്റെ ഇടം നമ്മൾ ആർജിച്ചെടുക്കലാണ്. അപ്പം നമുക്ക് കുറേയൊക്കെ ദുർബല വാസനകൾ വരും, ആഗ്രഹങ്ങൾ വരും. പക്ഷെ കോൺസിക്വൻസിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മളെ അതിൽ നിന്നും മാറ്റി നിർത്തും. അതായത് സ്ത്രീകളോട് അടുക്കാൻ പോകുന്നൊരു പുരുഷൻ, അദ്ദേഹത്തിൻ്റെ മനസ്സ് തിരിച്ചറിയാണ്. ഒരു സ്ത്രീയോട് അടുക്കുന്ന സമയത്ത് ഈ സ്ത്രീയുടെ മനസ്സ് ചഞ്ചലാണ്. ഇവള് 10 ആളോട് വിളിച്ചു പറയും പിന്നീട്. അപ്പം ഇവള് വിളിച്ചു പറയുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നാളെ ഞാൻ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. ഇപ്പോഴുള്ള സുഖത്തേക്കാൾ പിന്നീടുണ്ടാകുന്ന എൻ്റെ സർവനാശം, ഇത് മനസ്സിലാക്കിക്കൊണ്ട്
അയാൾ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മനസ്സുണ്ട്. ഇതുപോലെ കോൺസിക്വൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള എടുത്തുചാട്ടത്തിൽ നിന്ന് മാറാൻ മനുഷ്യന് സാധിക്കും. ഇപ്പം എന്തുകൊണ്ട് എടുത്തുചാട്ടം ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കോൺസിക്വൻസിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല.